ജാസ്മിൻ ചായയിൽ തുപ്പിയോ? ജാസ്മിൻ ചായ തുപ്പിയോ? നിങ്ങൾ കണ്ടോ? ജാസ്മിൻ ചായ തുപ്പുന്ന നിങ്ങൾ കണ്ടോ? നിങ്ങൾ കാണാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, കൂട്ടമായിട്ട് കളിക്കണം എന്നൊക്കെ ഉള്ളത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിനകത്ത് കയറിയിട്ട് ഒരു മാധ്യമങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനലിലും ആർക്കും കയറി സംസാരിക്കാനും ചൊറിയാനും ഉള്ള അവകാശമില്ല, അതിനുള്ള കാര്യമില്ല. ഹലോ എല്ലാവർക്കും നമസ്കാരം. ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും നമുക്ക് ബിഗ് ബോസിലെ ആളുകളും അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വിഷയം. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ ഇറങ്ങിയവരും ബിഗ് ബോസിൽ നിൽക്കുന്നവരുടെ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഓടി നടന്ന് ഓരോരോ ഓൺലൈൻ മീഡിയകളിലൂടെ ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ നമ്മുടെ മൈൽ സ്റ്റോൺ ചാനലിലെ ആങ്കർ രോഹൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ശ്രദ്ധേയമാണ്. കാരണം ഇന്റർവ്യൂവിൽ രോഹൻ ആ ഇന്റർവ്യൂവിന്റെ അവസാനം ഈ വരുന്ന ആളുകളുമായിട്ട് അവസാനം അല്ലെങ്കിൽ ഉടക്കി ലൈനിലൊക്കെ വന്നിട്ടാണ് പല ഇന്റർവ്യൂസും പിരിഞ്ഞു പോകുന്നത്. നമ്മുടെ ദിയാസാനെ ചേച്ചി ചെന്നിട്ട് നല്ല അറഞ്ചം പറഞ്ഞ തെറിയൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ ആ ഇന്റർവ്യൂ ഒക്കെ അത്യാവശ്യം വൈറലാണ്. മൈൽ സ്റ്റോണിന്റെ എല്ലാ ഇന്റർവ്യൂസും വൈറലാണ്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിൽ നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ ഒരു കടുത്ത ആരാധിക്കാന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി വളരെ ഇതായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ നമ്മുടെ രോഹൻ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു സ്ത്രീ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിങ്ങനെ ജാസ്മിനെ ന്യായീകരിക്കുന്നത്? ജാസ്മിൻ ഇങ്ങനെ ചായ കപ്പിലൊക്കെ തുപ്പിയിട്ട് ശരിയാണോ? ജാസ്മിൻ തുപ്പിയത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഇന്റർവ്യൂ ഇരിക്കുന്ന സ്ത്രീ ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ ചായയിൽ തുപ്പിയോ? ജാസ്മിൻ ചായ തുപ്പിയോ? നിങ്ങൾ കണ്ടോ? ജാസ്മിൻ ചായ തുപ്പുന്ന നിങ്ങൾ കണ്ടോ? നിങ്ങൾ കാണാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ ഇത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല്, ജാസ്മിൻ ഒരു മോശം ഇന്റൻഷനോട് കൂടി ചായയിലേക്ക് തുപ്പിട്ടിട്ട് ആളുകൾക്ക് ചായ കൊടുത്ത ഒരു സംഭവം അല്ല ആക്ച്വലി അവിടെ നടന്നിരിക്കുന്നത്. ഞാൻ അത് വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടു. കാരണം അവരിങ്ങനെ ചായ എടുത്തോണ്ടിരിക്കുന്നു, ജാസ്മിനും അപ്സരയും. അപ്പൊ ചായ എടുത്തോണ്ടിരിക്കുമ്പോൾ ബൈ ചാൻസിൽ തുമ്മൽ വരുന്നു. അപ്പൊ രണ്ട് തുമ്മൽ അറിയാതെ ഇങ്ങനെ പെട്ടെന്ന് വരുന്നതാണ്. നാച്ചുറലി വരുമ്പോൾ ഒരു തുമ്മൽ മാറ്റി നിർത്തി തുമ്മുന്നുണ്ട്. പക്ഷെ ആ ചായ കപ്പ് കയ്യിലിരിക്കുന്നു. പക്ഷെ ആ ചായ ജാസ്മിൻ തന്നെ എടുത്ത് ജാസ്മിന് കുടിക്കാൻ വേണ്ടി എടുത്ത ചായയാണ്. ഒന്നാമത്തെ കാര്യം, ജാസ്മിന്റെ ചായ കപ്പിലേക്കാണ് ജാസ്മിൻ തുമ്മുന്നത് അറിയാതെ. എന്നിട്ട് പിന്നെ ജാസ്മിൻ തന്നെയാണ് അത് കുടിക്കുന്നത്. കാരണം ആ ചായ വേറൊരാൾക്ക് കൊണ്ടേ കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ ചായ ഞാൻ അങ്ങനെയാണ് കണ്ടത് കേട്ടോ. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ആദ്യമേ പറയുകയാണെങ്കിൽ, ഞാൻ കണ്ടൊരു വിഷ്വൽ വെച്ചിട്ട്, ഞാൻ ആ എപ്പിസോഡ് കണ്ടില്ലായിരുന്നെങ്കിലും വിഷ്വൽസ് കണ്ടത് വെച്ചിട്ട് വേറൊരു ക്വസ്റ്റ്യൻ വരാൻ, എപ്പിസോഡ് കാണാതെ വന്ന് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നും വേണമെങ്കിൽ ഒരു ചോദ്യം വരാൻ കേട്ടോ. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ ആയിട്ട് ഒന്നുകൂടി ഞാൻ ആ ഒരു ലാലേട്ടൻ വഴക്ക് പറയുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് കണ്ടപ്പോഴും അത് റിപ്പീറ്റ് അടിച്ച് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ആ ഒരു വഴക്ക് പറയുന്ന ആ ഒരു ഇതിൽ. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ കണ്ടു, ആ ചായ ജാസ്മിൻ തന്നെ ഇങ്ങനെ സ്വയം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകണോ അല്ലെങ്കിൽ കുടിക്കണോ, ആ ഒരു ഇതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അത് തന്നെയാണ് വാസ്തവം എന്ന് തോന്നണു. കാരണം വേറൊരാൾക്ക് കൊണ്ടേ അവർ തുപ്പിയ ചായ എന്ന് പറയുന്ന ഈ ചായ കൊണ്ട് കൊടുത്തിട്ട് അവരാരെങ്കിലും കുടിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഒരു മോശം ഇന്റൻഷനോടുകൂടി മനഃപൂർവ്വം ഒരു പ്രവൃത്തി ജാസ്മിൻ ചെയ്തതായിട്ട് എനിക്കും തോന്നുന്നില്ല കേട്ടോ. കാരണം കുറേ ആളുകൾ പറയാൻ ന്യായീകരിക്കുന്നതാണ്, പക്ഷെ ന്യായീകരിക്കുന്നതല്ല. ഞാനത് വിഷ്വൽ കണ്ടപ്പോൾ അത് ബൈ ചാൻസിൽ സംഭവിച്ചൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ചായ പാത്രത്തിനകത്തേക്ക് ആ തുമ്മൽ എസൻസോ കാര്യങ്ങളോ തുമ്മൽ വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തുമ്മലിൽ നിന്ന് തുപ്പല് കാര്യങ്ങളൊക്കെ തെറിക്കുമല്ലോ. കാരണം ഈ ഇന്റർവ്യൂവിൽ അവർ തുപ്പിയിട്ടില്ല, തുപ്പൽ വീണിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല മേഡം, നമ്മൾ തുമ്മുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഉമ്മിനീര് കാര്യങ്ങളൊക്കെ വായിന്നും മൂക്കിന്നൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഉമ്മിനീര് ജാസ്മിൻ ഇങ്ങനെ അറിയാതെ തുമ്മുമ്പോൾ ആ ചായയിൽ വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്മിൻ ആ ചായ മറ്റാരും കുടിക്കരുതെന്ന് പറയണമായിരുന്നു. അതാരെങ്കിലും കുടിച്ചോ എന്ന് നമുക്കറിയില്ല. ജാസ്മിനാണോ ലാസ്റ്റ് വന്ന് ചായ എടുത്തതെന്ന് നമുക്കറിയത്തില്ല. ഇനി ലാസ്റ്റ് എടുത്താലും ആദ്യം എടുത്താലും അറിയാതെ വന്നൊരു തുമ്മലാണെങ്കിൽ പോലും ആ തുമ്മലും അതിൻ്റെ തുപ്പലും കാര്യങ്ങളും അതിൽ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജാസ്മിൻ കണ്ട സ്ഥിതിക്ക് അത് എടുത്ത് കളയാമായിരുന്നു. അതാരും കുടിക്കരുത്, ഞാൻ അറിയാതെ തുമ്മിയപ്പോൾ എൻ്റെ ഇത് വീടും. അപ്പോൾ അത് കഴുകി വാഷ് ചെയ്ത് വെക്കണം. അത് ജാസ്മിൻ അതായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ജാസ്മിൻ ഒരു മനഃപൂർവ്വം ഒരു ഇന്റൻഷനോട് കൂടി തൻ്റെ തുപ്പലും തൻ്റെ ഉമിനീരും ഒക്കെ മറ്റുള്ള കണ്ടസ്റ്റന്റിനെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അറിയാതെ പറ്റിയൊരു മിസ്റ്റേക്കിന് പ്രായത്തിൻ്റെ ഒരു പക്വത കുറവായിരിക്കും പുള്ളിക്കാരത്തി അതിന് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്നിട്ട് പുള്ളിക്കാരി തന്നെ അതായിട്ട് മിക്സ് ചെയ്തിട്ട് പുള്ളിക്കാരി തന്നെ കുടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് ഇത്രമാത്രം ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ എത്ര തേജോവധം ചെയ്യാൻ മാത്രം ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ലൈഫിൽ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ നമുക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറ്റുന്നതാണ് അല്ലേ. നമ്മുടെ അമ്മമാരൊക്കെ ആഹാരം ഉണ്ടാക്കുമ്പോൾ തുമ്മലും ചീറ്റലും മൂക്കൊക്കെ തുടച്ചിട്ടൊക്കെയാണ്. നമ്മൾ എത്ര പേര് ഇത് കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അവരെ ക്രിട്ടിസൈസ് ചെയ്യുമോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു മുടി കിട്ടിയ ഉടനെ നമ്മൾ ആരെങ്കിലും സ്വന്തം അമ്മയെ ക്രിട്ടിസൈസ് ചെയ്യുകയോ വഴക്കുണ്ടാക്കുകയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയും അവരെ തല്ലുമൊന്നും നമ്മൾ ചെയ്യത്തില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, അമ്മയ്ക്ക് തെറ്റിപ്പറ്റി ചിലപ്പോൾ ചില മക്കളെ അറിയാതെ പറ്റുന്നതല്ലേ, ബൈ ചാൻസ് ആണ് അല്ലേ. അപ്പം ജാസ്മിനോടും അത്തരത്തിലുള്ള ഒരു ഇതാവും. പക്ഷെ ജാസ്മിൻ അത് ആരെങ്കിലും കുടിച്ചോ എന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. ജാസ്മിൻ അങ്ങനെ ഒരു കാര്യം അവിടെ ഒന്ന് ചെയ്യാമായിരുന്നു. അത് ജാസ്മിൻ്റെ പക്വത കുറവ് തന്നെയാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് അതിലേക്ക് തുപ്പിയിട്ടിട്ട് ഒരു ആളുകളെ മോശമായിട്ടൊരു ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കൊടുക്കാനോ അങ്ങനെയും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ഒരു വിവേകക്കുറവുമാണ് അവിടെ സംഭവിച്ചായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇത്രമാത്രം ജാസ്മിൻ ജാഫർ എന്ന ആളുടെ പേര് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ അവരെ വളരെയധികം തേജോവധം ചെയ്ത് സംസാരിക്കുന്നു. അവരുടെ അച്ഛനെ വിളിക്കുന്നു, തന്തയ്ക്ക് വിളിക്കുന്നു, തന്തയുടെ തന്തയ്ക്ക് വിളിക്കുന്നു,
സംസാരിക്കുന്നു. വളരെ മോശപ്പെട്ട രീതിയിൽ ജാസ്മിന്റെ ഫാമിലിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ്? അവിടെ ഗെയിം കളിക്കാൻ പോയതാണ് ജാസ്മിൻ. പിന്നെ ഒരു ഗെയിം കളിക്കുമ്പോൾ ജാസ്മിൻ ഗബ്രീനെ കെട്ടിപ്പിടിക്കണോ, മറ്റയാളെ കെട്ടിപ്പിടിക്കണോ, അവരുടെ കൂടെ ഇരിക്കണോ, ഇവരുടെ ഇരിക്കണോ എന്നൊക്കെയുള്ളത് ജാസ്മിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണല്ലേ. ഇതിനൊന്നും ക്രിട്ടിസൈസ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് ഒരു ഫാമിലി ഷോ ആണ്, ജനങ്ങൾ ഫുള്ള് കാണുന്ന ഷോ ആണ്, നമുക്ക് അതിന്റെ നിലവാരത്തെക്കുറിച്ച് സംസാരിക്കാം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ ഗെയിം കളിക്കണമെന്ന് നമ്മൾ ശഠിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളോ ഞാനോ പോയാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഇഷ്ടമുള്ള രീതിയിലല്ലേ കളിക്കാൻ പറ്റൂ. നമ്മളൊക്കെ ഓരോ അച്ഛനുണ്ടായ മക്കളാണ് അല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ജാസ്മിനോടെ കളിക്കണം, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ജാസ്മിൻ ഗബ്രി എടുത്ത് മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഗബ്രി എടുത്ത് മിണ്ടണം, അല്ലെങ്കിൽ മറ്റൊരിടത്ത് മിണ്ടണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, കൂട്ടമായിട്ട് കളിക്കണം എന്നൊക്കെ ഉള്ളത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിനകത്ത് കയറിയിട്ട് ഒരു മാധ്യമങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനലിലും ആർക്കും കയറി സംസാരിക്കാനും ചൊറിയാനും ഉള്ള അവകാശമില്ല, അതിനുള്ള കാര്യമില്ല. അവർ ഇൻഡിവിജ്വലായിട്ടോ ഗ്രൂപ്പായിട്ടോ കളിക്കട്ടെ എന്ന്. വേണ്ടവർ ഷോ കണ്ടാവും, അല്ലാത്തവർ ഇറങ്ങി പോകുന്നേ, അത്ര ഉള്ള കാര്യം. വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ വോട്ട് ചെയ്യുക, അത്ര ഉള്ള കാര്യമല്ല. ഇതിനു മാത്രം അവരുടെ വീട്ടുകാർ എത്ര കമന്റ്സിൽ എത്ര വീഡിയോസിൽ കാണും ജാസ്മിൻ്റെ അച്ഛനെ ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു, അമ്മയെ മോശമായിട്ട് സംസാരിക്കുന്നു. ഈ മോശം പറയുന്ന ആൾക്കാരൊക്കെ ഇവരൊരു ഷോയിൽ പോയിട്ട് റിയൽ ആയിട്ട് ഇങ്ങനെ നിന്ന് കാണിക്കുന്നു. ഈ മോശം വരുന്ന നമ്മളൊക്കെ നമ്മുടെ ലൈഫിലോട്ട് നോക്കിയാൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഇതിലും വലിയ കാര്യങ്ങളായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക, കാണിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പം അതിനൊക്കെ കുറച്ച് അത്രയൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഗെയിമിനെ വിമർശിക്കാം, കണ്ടന്റിനെ വിമർശിക്കാം, ഒക്കെ ആവുമെങ്കിലും നമ്മളൊരു പേഴ്സണലായി പറയുന്നത് വളരെ മോശം രീതിയിൽ ജാസ്മിനെ കമന്റ് ബോക്സിലൊക്കെ വെടി ഇങ്ങനെയൊക്കെയാണ്. എന്തിനാണല്ലോ അങ്ങനെ അല്ലേ? ജാസ്മിന് പറ്റിയ മിസ്റ്റേക്കുകൾ അവരവിടെ ശ്രമിക്കുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ഞാനിവിടെ കണ്ടു, ജാസ്മിൻ അല്ല ഷോ കൊണ്ടുപോകുന്നത്, ജാസ്മിൻ കണ്ടന്റ് കൊടുക്കുന്നതേ ഉള്ളത്. കണ്ടന്റ് കൊടുക്കുന്ന ആളെ പിന്നെ എന്ത് വേണ്ടയ്ക്കാന്ന് പറയണ, കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ തന്നെയാണ് ഷോ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഈ ഷോ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുക അല്ലേ. കണ്ടന്റ് ജാസ്മിൻ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, അപ്പൊ ആ ഷോ കൊണ്ടുപോകുന്നത് ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ എന്ന ഒരു ആള് ആ ഫിനാലെ വരെ ഉണ്ടായിരിക്കും അവിടെ. കപ്പടിക്കില്ലോ നമുക്ക് അറിയത്തില്ല, എങ്കിൽ ജാസ്മിനും ജിൻഡോയും ഉണ്ടായിരിക്കും അവിടെ. കാരണം ആ കണ്ടന്റ് കൊടുക്കുന്ന ജാസ്മിൻ ആയതുകൊണ്ട് തന്നെ ജാസ്മിനെ ഒരു കാരണവശാലും അവർക്ക് ഏഷ്യാനെറ്റിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നെഗറ്റീവ് കണ്ടന്റ് കൊടുത്തോട്ടെ, പോസിറ്റീവ് കണ്ടന്റ് കൊടുത്തോട്ടെ. നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളതല്ല, നെഗറ്റീവ് ഓർ പോസിറ്റീവ് അല്ല, കണ്ടന്റ് ആണ് പ്രധാനം. അത് നെഗറ്റീവ് കൊടുക്കുന്നു, പോസിറ്റീവ് കൊടുക്കുന്നു, അത് ചാനല് വിറ്റ് കാശാക്കുന്നുണ്ട്. ഇതേതെങ്കിലും തരത്തിൽ ജാസ്മിനെ ബാധിക്കും? ഒരു തരത്തിലും ജാസ്മിനെ ബാധിക്കത്തില്ല. ഒരു ഗെയിമിന്റെ രീതിയിൽ കാണാൻ പഠിക്കുക. കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഗെയിമിൽ ബിഹേവ് ചെയ്യണ പോലെ ഉള്ള രീതി ആയിരിക്കത്തില്ല അവർ ലൈഫിൽ അല്ലേ, അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. കാരണം അവിടെ മുഴുവൻ പ്രൊവോക്കേഷൻ ഉണ്ട് അല്ലേ. അവിടെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി കളിക്കുന്ന മറ്റു മത്സരാർത്ഥികൾ ആ രീതിയിൽ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു ജാസ്മിൻ മാത്രമല്ല അവിടെ ഇങ്ങനെ കളിക്കുന്നത്. എല്ലാവരും ഈ ജാസ്മിൻ എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഇല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ഇല്ല. അത് അണ്ടർറേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, സത്യസന്ധമായ കാര്യം തന്നെയാണ്. അവരില്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ഇല്ല. സത്യം നമ്മൾ എവിടെയും വിളിച്ചു പോയി തന്നെ പറയണമല്ലോ. ഇതിന്റെ പേരിൽ ഇതിന്റെ അടിയിൽ വന്നിട്ട് എൻ്റെ തന്തയ്ക്ക് വിളിച്ചാലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. സത്യമായി തന്നെ പറയും. ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം ഇപ്പോൾ കളിക്കുന്നുണ്ട്, വളരെ ശക്തിയായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. പിന്നെ അവരുടെ ഈ ഒരു മൈൽ സ്റ്റോൺ ഇന്റർവ്യൂവിൽ ആ ലേഡി പറഞ്ഞ പോലെ അവരുടെ യുവത്വം, ആ ഒരു പ്രസരിപ്പ് തിളപ്പ്, അത് കൃത്യമായിട്ട് ജാസ്മിൻ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ടുണ്ട് അവരുടെ വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും സംസാരത്തിലൊക്കെ ഉണ്ടത്. അതങ്ങനെ തന്നെയാണത്. കുറച്ചുകൂടെ ഉശിരുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഗബ്രിയുമായിട്ട് വന്ന ചില ആ ഒരു അലിഗേഷൻസും കാര്യങ്ങളും, അത് ഗബ്രിയുമായിട്ട് കൂടിച്ചേർന്ന് കളിക്കാനാണ് അവർക്ക് അപ്പം അങ്ങനെ തോന്നിയതെങ്കിൽ, അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു സുഹൃത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് അവർക്ക് ഗബ്രിയെ തോന്നിയെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതിനുള്ള റൈറ്റ് അവർക്കുണ്ടെന്ന്. ഏഷ്യാനെറ്റിനില്ലാത്ത പ്രശ്നം ഇവിടെ ആർക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും മോശം ഒരു പ്രവൃത്തിയും മോശം കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജാസ്മിനെ പുറത്താക്കുന്നില്ല? അപ്പൊ എന്താണ്? കണ്ടന്റ് കൊടുക്കുന്നത് ജാസ്മിനാണ്. ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ ഇല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ഇല്ല. അങ്ങനെ തന്നെ വേണം പറയാൻ. ഇനി ഫിനാലേക്ക് അധികം ദിവസമൊന്നുമില്ല. അപ്പൊ എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. ഒരാളിലേക്ക് മാത്രം പ്രീ പ്ലാൻ ആയിട്ട് പോകുന്നത് തോന്നുന്നു. കപ്പ് ഓഫ് കോഴ്സ് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. പിന്നെ അതെങ്ങനെ പ്രീ പ്ലാൻ ആണ്? ഗെയിമിനനുസരിച്ച് പോയി അവസാനം വരെ നിന്ന് കളിച്ച് ആ കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എവിടേക്കോ ഈ തുടക്കം മുതൽ പ്രീ പ്ലാൻ ആയിട്ട് കുറെ കാര്യങ്ങൾ ഫാബ്രിസം കാണിച്ച് അങ്ങനെ ഒരാൾക്ക് മാത്രം ഫോക്കസ് ആയി പോകുന്നു. പേഴ്സണൽ എല്ലാവരും ഫേവർ ചെയ്ത് പോലെന്ന് വെച്ചാൽ ഒരു ബിഗ് ഷോ ആണ്. ആ ബിഗ് ഷോയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരാൾ നല്ല ഒരു ശക്തി കേന്ദ്രമായിട്ട് ഒരു ഷോയെ കൊണ്ടുപോകുന്നു. എനിക്ക് ഗെയിമിലൂടെ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചിങ്ങിലൂടെ പോകുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ജാസ്മിൻ ജാഫറാണ്. അതായത് അവര് ഒരു എന്താ പറയുക ചെറുപ്പത്തിന്റെ ഊർജ്ജത്തോടുകൂടി ആ ഷോയിലേക്ക് കയറി പിന്നീട് പല രീതികൾ, അതായത് ആ ഷോ എടുത്ത് നോക്കിയാൽ ജാസ്മിൻ ജാഫറിന്റെ പേര് പറയാത്ത, അതായത് BB6 എന്ന് പറഞ്ഞ ഷോ എടുത്ത് നോക്കിയാൽ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വേറെ ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞില്ലെങ്കിൽ ജിൻഡോ ഒക്കെ എനിക്ക് പിന്നീടാണ് പറഞ്ഞത്. എനിക്ക് ജാസ്മിൻ ഇഷ്യൂ ഒക്കെ തന്നെയാണ്. അത്രയും നല്ല ഗെയിമേഴ്സ് അവിടെ ഉണ്ടായിട്ട് വരാൻ നിങ്ങൾ ഇതിൽ ഒരാൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് കണ്ടസ്റ്റൻസിനും ഓഡിയൻസിനും പ്രീ പ്ലാൻ ആണെന്ന് തോന്നി തുടങ്ങുന്നത്. അവിടെ ജാസ്മിൻ കളിക്കുന്നില്ല, ഗബ്രി വിഷയമാണ് തുടക്കത്തിൽ വന്നിട്ടുണ്ട് അല്ലെ. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതിനൊപ്പം വന്നൊരു ഫോൺ കോൾ ഉണ്ട് ജാസ്മിൻ അല്ലെ, വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചു സംസാരിച്ചു. പിന്നീട് അത് നമ്മളിലേക്ക് പ്രഷറിലേക്ക് എത്തുന്നത് ഹോസ്പിറ്റലാണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വിളിച്ചോളാണ്. അങ്ങനെ വിളിച്ച കാരണമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ കോളിലെ സംഭാഷണങ്ങൾ ഓഡിയൻസിനെ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഒരാളുടെ പ്രൈവസിയാണ്, അതായത് ഫാമിലി പ്രൈവസിയാണ്. അത് ഇപ്പൊ തന്നെ സിജോയെ അടിച്ചിട്ട് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മളത് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജാസ്മിൻ അതിന്റെ ഒപ്പം എന്തൊക്കെ ഫാമിലി ആണെന്നെങ്കിലും ഒരു കോഡ് ലാംഗ്വേജോടെ മറ്റു
ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഇന്റർവ്യൂവിനെ കുറിച്ചാണ്. ഈ ഇന്റർവ്യൂ ഫുള്ള് നമുക്ക് ഇടാൻ പറ്റത്തില്ല, അപ്പോൾ ഇതിൽ കുറച്ച് പ്രസ്തുത ഭാഗങ്ങൾ മാത്രം നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങളെപ്പോഴും സത്യസന്ധമായി വിലയിരുത്തുക, സത്യസന്ധമായി പെരുമാറുക. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നമ്മൾ അവരെ തേജോധം ചെയ്യുന്ന രീതിയിൽ കമൻസുകൾ ഇടാതിരിക്കുക. അവരുടെ വീട്ടുകാരെയൊക്കെ എന്തിനാണ് നമ്മൾ ഇതിനകത്തേക്ക് വലിച്ചിടുന്നത്? കാരണം ഇതൊക്കെ പറയണം നമ്മുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആണ്, ഒരിക്കലും ഇല്ല. ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിടിച്ച് നിൽക്കാൻ തന്നെ ഗഡ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലത്. കാരണം അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് ജാസ്മിൻ. ഇത്രയേറെ വഴക്ക് കേട്ടിട്ടും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇത്രയേറെ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ പറ്റിയിട്ടും അവരത് തിരുത്തി മുമ്പോട്ട് പോകുന്നുണ്ട്. അവരുടെ ഒരു കാലിബർ തന്നെയാണ് ഏറ്റവും മികച്ചത്. ആ കാലിബറിനെ ഒരിക്കലും അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല, ആരെന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.